വീണ്ടും മുന്നറിയിപ്പുമായി പി.വി. അൻവർ രംഗത്തെത്തിയിരിക്കുകയാണ്. പരസ്യ പ്രതികരണം പാടില്ലെന്ന CPM നേതൃത്വത്തിന്റെ നിർദ്ദേശം തള്ളി വൈകിട്ട് 4:30 മാധ്യമങ്ങളെ കാണുമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിൽ ചില സൂചനകളും അൻവർ നൽകുന്നുണ്ട്. നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്ന ഇടത് ഹാൻഡിലുകളുടെ ഡയലോഗ് ഓർമ്മിപ്പിച്ചാണ് അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കൂടുതൽ വിവരങ്ങൾ KC ഉണ്ണികൃഷ്ണൻ നൽകും. ഉണ്ണി, പി.വി. അൻവർ എന്തിനുള്ള പുറപ്പാടാണ്? ലിബീഷ്, വൈകിട്ട് 4:30 മാധ്യമങ്ങളെ കാണുമെന്നാണ് പി.വി. അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു വിലക്കുണ്ടായിരുന്നു, പരസ്യ പ്രതികരണം പാടില്ല എന്നൊരു വിലക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഇനി ഒരു പരസ്യമായൊരു പ്രതികരണത്തിനില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനെല്ലാം പിന്നാലെയാണ് ഇന്ന് വീണ്ടും വൈകിട്ട് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അതിന് പശ്ചാത്തലമായി ഒരുക്കിയിരിക്കുന്ന കുറിപ്പിൽ പറയുന്നത്, വിശ്വാസങ്ങൾക്കും വിധേയത്തിനും താൽക്കാലികതയ്ക്കും അപ്പുറം ഓരോ മനുഷ്യനുമുള്ള ഒന്നാണ് ആത്മാഭിമാനം. അത് ഇത്തിരി കൂടുതലുണ്ട്. നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നാണ് ആ കുറിപ്പിൽ പറയുന്നത്. എന്തായാലും വളരെ ആകാംക്ഷയോടെയാണ് ആ പത്രസമ്മേളനത്തെ നമ്മൾ കാണുന്നത്. ഏത് രീതിയിലുള്ള ഒരു പ്രതികരണമാണ് പി.വി. അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക? അദ്ദേഹം വെടിനിർത്തൽ കഴിഞ്ഞ് വീണ്ടും പുനരാരംഭിക്കുമെന്ന കാര്യത്തിലടക്കമുള്ള കാര്യങ്ങളാണ് അറിയാനുള്ളത്. എന്തായാലും പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ, അതോടൊപ്പം തന്നെ പുതിയ ആരോപണങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യങ്ങൾ തന്നെയാണ് ആകാംക്ഷയോടെ കാണുന്നത്. എന്തായാലും 4:30 മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയുന്നത്. മറ്റൊരു കാര്യം, പാർട്ടിയുടെ വിലക്ക്, ആ വിലക്കിനെ മറികടന്നുള്ള ഒരു നീക്കം കൂടി വരുന്നു എന്നതാണ് എടുത്തു പറയുന്ന കാര്യം. എന്തായാലും ഈ 4:30 മാധ്യമങ്ങളെ കാണുമ്പോൾ ഏത് രീതിയിലാകും അത് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നതാണ് നമുക്ക് അറിയാനുള്ളത്. എന്തായാലും നമ്മുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ MS മനേഷ് തരികയാണ്. സാർ, എങ്ങനെ കാണുന്നു? ഇതിൽ ഞാൻ കാണുന്നതിനെ കുറിച്ച് പറയുന്നില്ല, മറിച്ച് ഈ പി.വി. അൻവർ MLA ഈ 4:30 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞതിന് വന്ന കമൻറ്റുകൾ ചിലത് ഒന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി സൂചിപ്പിക്കുകയാണ്. അത് പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാകുമെന്നുള്ള ഒരു ബോധ്യം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിൽ മെഹബൂബ് എന്നയാൾ എഴുതിയിരിക്കുന്ന കമൻറ്റ്, ബഹുമാനപ്പെട്ട CM, ബഹുമാനപ്പെട്ട സഖാവ് എന്ന് തെറ്റാതെ ഇടയ്ക്കിടെ പറയാൻ മറക്കരുത് അൻവർക്ക. മറ്റൊരു കമൻറ്റ് റഫീഖ് അഹമ്മദ് എഴുതിയിരിക്കുന്നത്, നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റായി പോരാട്ടം തുടർന്നാൽ കൂടെയുണ്ടാകും. നിങ്ങളൊരു ലീഗുകാരനായോ മറ്റേതെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായോ നിലകൊണ്ടാൽ പിന്തുണ ഉണ്ടാകില്ല. നവാസ് ജമാൽ എന്നയാളുടെ കമൻറ്റ്, ഇടതുപക്ഷം കേരളത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്തുയരാതെ ചില ഡീലുകൾക്ക് വേണ്ടി നിലനിൽക്കുമ്പോൾ ചെറുതാണെങ്കിലും തീപ്പൊരിക്ക് കേരള ജനത കാതോർത്തിരിക്കുമെന്നാണ് കമൻറ്റ്. ഹാരിസൺ ഹരിഹരൻ എഴുതിയിരിക്കുന്ന കമൻറ്റ്, ഇൻസ്റ്റൻറ്റ് ജസ്റ്റിസ് പ്രതീക്ഷിക്കരുത്. അത്തരത്തിലുള്ള സിസ്റ്റമല്ല ഇന്ത്യയിലുള്ളത്. ഒരു പരാതി കൊടുത്താൽ അത് പഴുതില്ലാതെ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാനുള്ള മിനിമം സമയം കിട്ടിയേ തീരൂ. മൊത്തം സിസ്റ്റം 1-2 പരാതികൾക്ക് വേണ്ടി മാത്രം സമയം കണ്ടെത്താനുള്ളതല്ലല്ലോ. ഇച്ചിരി ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഗുണം ചെയ്യുമെന്നാണല്ലോ. ശുഭാപ്തി കൈവിടാതെ പാർട്ടിക്കൊപ്പം നിൽക്കുക. ഇങ്ങനെ കമൻറ്റുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞ് വിജയിപ്പിക്കാൻ ഒരുമ്പെട്ടവന് നെഞ്ചിനകത്ത് സത്യം വെച്ച് മിണ്ടാതിരിക്കാനാകില്ല. അത് ഏത് കൊലകുമ്പത്തെ പാർട്ടി നിർദ്ദേശം വന്നാലും. ജാസർ പൊവ്വാൽ എന്നയാളുടെ കമൻറ്റാണ്. ജാസർ പൊവ്വാൽ മറ്റൊരു കമൻറ്റ് കൂടി എഴുതിയിരിക്കുന്നു, അതേ സാർ, നിങ്ങളുടെ ഒപ്പം ഒരു നിഴലായി ഞങ്ങൾ പിന്നിൽ കൂടെയുണ്ട്. അത് സോഷ്യൽ മീഡിയയിലെ കേവലം എഴുത്ത് മാത്രമായിരിക്കില്ല. പുഴുക്കുത്തുകൾക്ക് പരവതാനി വിരിക്കുന്ന ഏത് രാജാവായാലും പ്രശ്നമില്ല. നീതിയോടൊപ്പം സ്വന്തം അണികൾക്കൊപ്പം നിൽക്കേണ്ട നേതൃത്വമായാലും പ്രശ്നമില്ല. നിങ്ങൾക്കൊപ്പമുള്ളത് ലക്ഷക്കണക്കിന് വരുന്ന സാധാരണ ജനങ്ങളും സത്യത്തിനൊപ്പം നിലകൊള്ളുന്ന പാർട്ടി അണികളും എന്നിങ്ങനെ നിരന്തരമായിട്ടുള്ള കമൻറ്റുകളുണ്ട്. ആ കമൻറ്റുകൾ പ്രേക്ഷകർ ശ്രദ്ധയിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇടപെട്ടത്. ഉണ്ണിയിലേക്ക് പോകാം. തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് നിരവധി ആളുകൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരണവുമായി രംഗത്ത് വന്നത് തന്നെയാണ്. വളരെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടാവുക എന്ന കാര്യത്തിലടക്കം ഒരു ആകാംക്ഷ പോസ്റ്റിൽ നിലനിൽക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ നീക്കം, അതായത് പി.വി. അൻവറിൻ്റെ നീക്കം ഏത് രീതിയിലാണ്? പാർട്ടി പരസ്യ പ്രതികരണം പാടില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഈ രീതിയിൽ ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ ഈ രീതിയിൽ വിലക്ക് ലംഘിക്കുമ്പോൾ എന്ത് നടപടിയാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പാർട്ടിയുടെ പ്രതികരണം എന്നത് എല്ലാം തന്നെ ഈ കാണേണ്ടതുണ്ട്. എന്തായാലും 4:30 മാധ്യമങ്ങളെ കാണുമെന്നാണ് പി.വി. അൻവർ അറിയിച്ചിരിക്കുന്നത്. ലിബീഷ്, ശരി ഉണ്ണി, എന്തായിരിക്കും അൻവറിന് പറയാനുള്ളത് എന്ന് കാത്തിരുന്ന് കാണാം. 4:30 അദ്ദേഹം മാധ്യമങ്ങളെ കാണും.